ഹലോ ടീച്ചേഴ്സ്, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഫോണിൽ എങ്ങനെ ഈ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് നോക്കാം. ലാപ്ടോപ്പിൽ നമ്മൾ ചെയ്തതായിരുന്നു റെക്കോർഡിങ്ങിൽ വന്നത്, ഫോണിൽ ചെയ്ത റെക്കോർഡിങ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ടീച്ചേഴ്സ് പേഴ്സണലായിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഫോണിൽ ചെയ്യുന്നതിന്റെ റെക്കോർഡിങ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, നമുക്കപ്പോൾ അത് ചെയ്യാം. അതിനു മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ChatGPT ആയിരുന്നാലും ജെമിനി ആയിരുന്നാലും സൗജന്യമായിട്ടുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പോ എങ്ങനെ ഒന്നിൽ കൂടുതൽ ഇമെയിൽ ഐഡികൾ ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ ചാറ്റുകൾ ചെയ്യാം എന്നുള്ളത് ആദ്യം പഠിക്കാം. ഐഡിയ ഇതാണ്: നമുക്ക് ഒത്തിരി ഇമെയിൽ ഐഡീസ് ഉണ്ടാവണം. 2-3 ഇമെയിൽ ഐ ഡി ഒക്കെ ഒരാൾക്കുണ്ടെങ്കിൽ നല്ലതാണ്. ഒരു ഇമെയിൽ ഐ ഡിയിൽ ലിമിറ്റ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അന്ന് ChatGPT-ന്ന് സൈൻ ഔട്ടായി അടുത്ത ഇമെയിൽ ഐ ഡി ജോയിൻ ചെയ്യും. എന്നിട്ട് അതിനകത്ത് വർക്ക് ചെയ്യും. എന്നിട്ട് അത് തീരുമ്പോൾ അതിൻ്റെ സൈൻ ഔട്ടായി മൂന്നാമത്തെ ഇമെയിൽ ഐ ഡി എടുക്കാം. അപ്പൊ ആ പരിപാടിയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫോണിൽ ഞാൻ ജിമെയിൽ ഓപ്പൺ ആക്കുകയാണേ. എൻ്റെ ജിമെയിൽ ഓപ്പൺ ആക്കി ജിമെയിലില് എല്ലാവർക്കും അറിയാം, മുകളിലായിട്ട് ആ OLA എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സെറ്റിങ്സിലോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും മുകളിലെ ടോപ്പ് റൈറ്റിലായിട്ട് ഐക്കൺ ഉണ്ട്. നിങ്ങൾക്ക് ഒത്തിരി ഇമെയിൽ ഐ ഡി ഇവിടെ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കണ്ടോ? ഈ അവസാനം FHJK എന്നൊക്കെ പറയുന്ന ടീച്ചേഴ്സിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്ത ഇമെയിൽ ഐ ഡിയാണ്, വെറുതെ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ അതുപോലെ ഒത്തിരി ഇമെയിൽ ഐ ഡി ഇങ്ങനെ വന്നിട്ടുണ്ട്. തങ്കപ്പൻ, കുട്ടപ്പൻ, അതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. നോക്കാം എങ്ങനെയാ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒത്തിരി ഇമെയിൽ ഐ ഡി ഇങ്ങനെ ആഡ് ചെയ്യുന്ന പോലെ എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് വരാം. നമ്മുടെ ജിമെയിൽ ഓപ്പൺ ആക്കുക. ഏറ്റവും ടോപ്പ് റൈറ്റിലായിട്ട് നമ്മുടെ ഐക്കൺ ഉണ്ട്, ഇമെയിലിന്റെ ID ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് വരുമ്പോൾ ആഡ് അനദർ അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ ഉണ്ട്, ഔട്ട്ലുക്ക് ഉണ്ട്, യാഹു ഉണ്ട്. അതിലൊന്നും ക്ലിക്ക് ചെയ്യരുത്, ഗൂഗിൾ മാത്രം ക്ലിക്ക് ചെയ്യണം. ഗൂഗിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത് ഇവിടെ സേഫ്റ്റി ചോദിക്കും, നിങ്ങളത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഫിംഗർ ആണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഫിംഗർ. ചിലപ്പോൾ നിങ്ങൾക്ക് പിൻ കോഡ് ആയിരിക്കും ചോദിക്കുന്നത്. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാന്നുള്ളത് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇമെയിൽ ID ഉണ്ടെങ്കിൽ ആ ഇമെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് ഇമെയിൽ ID പാസ്വേഡ് കൊടുത്ത് രണ്ടാമത്തെ ഇമെയിൽ ID നമുക്ക് ഈ നെക്സ്റ്റ് കൊടുത്ത് വിട്ടാൽ മതി. അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പറ്റും. ഇത്രയും സ്ഥലത്ത് മാത്രമേ എൻ്റെ ആവശ്യമുള്ളൂ. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ക്രിയേറ്റ് അക്കൗണ്ട് പേഴ്സണൽ വേണം കൊടുക്കാനേ. ഫോർ മൈ പേഴ്സണൽ യൂസ്. ഫസ്റ്റ് നെയിം വളരെ പെട്ടെന്നാവും. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം. ഇനി ഒരുപാട് ഇമെയിൽ ID ആഡ് ചെയ്യുന്നില്ല, എനിക്ക് ഒത്തിരി ഡിസ്റ്റർബാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് പോയാൽ മതി കേട്ടോ. അവസാനം സിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. നമുക്കിവിടെ എനിക്ക് ആദ്യം കാണിച്ചിരിക്കുന്ന പോലെ ഇതുപോലെ ഇമെയിൽ ID ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും. ഒരെണ്ണം തീരുമ്പോൾ ഇനി എങ്ങനെയാ ഇത് ഇങ്ങനെ ആഡായി കിട്ടിയാൽ മതി. ഇങ്ങനെ ഇമെയിൽ ID ജിമെയിലിൽ ആഡായി കിട്ടിയാൽ മതി. നമ്മൾ ഏതിലാ ChatGPT ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് ചെയ്യാം. നമുക്ക് എപ്പോഴും ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാവർക്കും അറിയാമായിരിക്കും, വളരെ എളുപ്പമാണ്. നമ്മൾ ചാറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ ഫ്രഷ് ആയിട്ട് ചാറ്റാണ്. നമുക്ക് ലോഗ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഇതാണ് ചാറ്റ് ഓപ്ഷൻ. ലോഗ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്താ, മുകളിലത്തെ ആ 2 ലൈനില്ലേ അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് താഴെ TA എന്ന് പറഞ്ഞ് എൻ്റെ ഐക്കൺ കാണിക്കുന്നുണ്ട്, ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ താഴോട്ട് വരണം.
ലോഗ് ഔട്ട്. ഏതാണ്? ലോഗ് ഔട്ട്. ഇപ്പൊ ലോഗ് ഔട്ടായി. ഇനി കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ പഴയ ഇമെയിൽ ഐ ഡി ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് വയ്ക്കുമ്പോൾ എനിക്ക് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഇമെയിൽ ഐ ഡിയും കാണിക്കും. ഉണ്ടാ കാണാമല്ലോ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ആ രണ്ടാമത്തെ ഇമെയിൽ ഇപ്പൊ വിൻസ്റ്റൺ ഗോപി എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടതാണ്. കണ്ടിന്യൂ കൊടുത്തു. അപ്പൊ രണ്ടാമത്തെ ഇമെയിൽ ഐ ഡിയിലോട്ട് വന്നു. ഓക്കെ ടീച്ചേഴ്സ്, രണ്ടാമത്തെ ഇമെയിൽ ഐ ഡി ആണ്. കാണിക്കുന്നില്ലല്ലോ പേര്. ഇവിടെ വരും ഉണ്ടോ? വിൻസ്റ്റൺ ഗോപി @gmail.com. ഇങ്ങനെയാണ് നമ്മൾ ഒന്നിൽ കൂടുതൽ ഇമെയിൽ ഐ ഡികൾ ഷഫിൾ ചെയ്ത് സ്വിച്ച് ചെയ്ത് പോകുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഈ ഡേ 2 ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഡേ 2 ഭാഗമായിട്ട് പറഞ്ഞത് എങ്ങനെ സ്വന്തമായിട്ട് നമുക്ക് ചിത്രങ്ങൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് അല്ലേ? അത് പറഞ്ഞു. പിന്നെ ഫോട്ടോ, ഒരു ചിത്രം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ ചിത്രത്തിന്റെ മറ്റ് പല വെർഷൻസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ എന്ത് പറഞ്ഞു? മലയാളത്തിലുള്ള തെറ്റുകൾ എങ്ങനെ തിരുത്താം എന്നുള്ളത് പറഞ്ഞു. അതിനുവേണ്ടി നമ്മൾ പിൻട്രസ്റ്റിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. നമ്മൾ ആദ്യം മലയാളം പോസ്റ്റർ പിൻട്രസ്റ്റ് എടുത്തു. മലയാളം പോസ്റ്റർ ഓണാശംസകൾ എന്ന് പറയുന്നതാണ് ഇന്നലെ കൊടുത്തത്. ഇന്നലെ ആദ്യത്തെ ചിത്രമാണെന്ന് തോന്നുന്നു. സോറി. ഓക്കെ. അപ്പോ ഒരുമയുടെ തിരുവോണം, ഈ ചിത്രം കണ്ടല്ലോ. ഈ ചിത്രം ഞാനിങ്ങ് എടുക്കുക. നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഇത് ഞാൻ അങ്ങ് എടുക്കുക. ആ 3 ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ഇമേജ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പൊ ഇത് ഇമേജ് സേവ് ആയി. നമ്മുടെ എന്താ ഞാൻ ചെയ്തത്? നടുക്കായിട്ട് 3 ഡോട്ട് കാണുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ഇമേജ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തു. അപ്പൊ ഈ ഇമേജ് സേവ് ആയി. നമ്മുടെ ഗാലറി നോക്കാം. ഓക്കെ, കഴിഞ്ഞില്ല? ചാറ്റ് ജി പി ടി പോയി എന്ത് പറയും? നമ്മൾ എന്താ പറഞ്ഞേ? പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോട്ടോസ് എടുത്ത് മഹാത്മാഗാന്ധിജി എന്ന് വരുന്നത് മഹാബലി ആഡ് ചെയ്യാം. മഹാബലി ആഡ് ചെയ്തിട്ട് ഇതിന്റെ പ്രോംപ്റ്റ് ചോദിക്കണം. എനിക്ക് ഇതുപോലുള്ള ചിത്രം തയ്യാറാക്കാനുള്ള പ്രോംപ്റ്റ് വരില്ല. റെക്കോർഡിങ് നടക്കുന്നതുകൊണ്ടാണ് അത് വരാത്തത്. എനിക്ക് ഇത്തരം പോസ്റ്റർ തയ്യാറാക്കാനുള്ള പ്രോംപ്റ്റ് വേണം. സിമ്പിൾ പ്രോംപ്റ്റ്. ഇതായിരിക്കില്ല ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കൊടുത്തത്. നിങ്ങൾക്ക് നമ്മൾ വായിൽ എങ്ങനെ എന്താണോ നമ്മുടെ മനസ്സിൽ അപ്പോ വരുന്നത് അതാണ് നമ്മൾ കൊടുക്കുക. ഒരുമയുടെ തിരുവോണം, മെയിൻ ഡയലോഗ് ഇതാണ്. നമ്മൾ അതങ്ങ് മാറ്റി കൊടുത്താൽ. നെഗറ്റീവ് പ്രോംപ്റ്റും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നെഗറ്റീവ് പ്രോംപ്റ്റ് പറഞ്ഞിരുന്നു. എന്താണ് നെഗറ്റീവ് പ്രോംപ്റ്റ്? നമുക്ക് എന്ത് വേണ്ട എന്നുള്ളതാണ് നെഗറ്റീവ് പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കുക. കോപ്പി ആയാലോ? ഇനി ഇതിന്റെ താഴെ എവിടെ കൊടുക്കാം? ന്യൂ ചാറ്റ് എടുത്തിട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഇതിന്റെ താഴെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ മാറ്റം വരും. ഒരുമയുടെ തിരുവോണം. തിരുവോണം നിങ്ങളുടെ സ്കൂളിൽ
തിരുവോണം നിങ്ങളുടെ സ്കൂളിൽ നിന്ന് അയാള് പറയുന്നത് പോലെ ഒരു സാരം. ക്രിയേറ്റിംഗ് ഇമേജ് കിട്ടുമോ? ഒരുപാട് സമയമായി. വാട്ട് എ ബ്യൂട്ടിഫുൾ പിക്ചർ. തിരുവോണം നിങ്ങളുടെ സ്കൂളിൽ ആശംസകൾ. എപ്പടി സേവ് ചെയ്യാൻ വേണ്ടി നടുക്ക് കാണുന്ന താഴോട്ടുള്ള ആരോഗ്യം ക്ലിക്ക് ചെയ്യുന്നു, നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് ഏത് ഫോട്ടോ ആണെങ്കിലും എന്ത് ചെയ്യാം ടീച്ചേഴ്സ്, നമ്മുടെ സ്വന്തമാക്കാം. നമുക്ക് അതിനകത്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചേർക്കാം. പ്രോംപ്റ്റിന്റെ താഴെ നമ്മുടെ സ്കൂളിന്റെ പേരും കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വരും, ക്ലാസ് അടിച്ചു കൊടുത്താൽ വരും, എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ വരാം. ഒരു ആശംസ നിങ്ങളുടെ ഇതായിട്ടൊക്കെ ചെയ്യാം. എന്ത് പറഞ്ഞാലും പ്രോംപ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിനുള്ളതാണ് അല്ലേ. ഈ മഹാബലിയുടെ തല മാറ്റി നിങ്ങളുടെ തലയാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തും സംഭവിക്കും. പഠിച്ചല്ലോ. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ടാസ്കിലേക്ക് കിടക്കാം. നമ്മൾ അടുത്തതായിട്ട് പഠിച്ചത് ക്യാൻവയാണ് അല്ലെ. ക്യാൻവ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ക്യാൻവ ഉപയോഗിച്ച് ഒരു വായനക്കാർഡ് തിരുത്തുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇംഗ്ലീഷാണ്. സോ സ്റ്റാൻഡേർഡ് 3 മാത്സ് മലയാളം, മാത്സിന്റെ മലയാളം മീഡിയം വർക്ക്ഷീറ്റ് 3ാം ക്ലാസ്സിന്റെ മാത്സിന്റെ മലയാളം മീഡിയം വർക്ക്ഷീറ്റ് വേണം. ഇങ്ങനെ ഇത്രയും കിട്ടി കണ്ടോ. അപ്പൊ ഇതിനെന്ത് ചെയ്യും, നമ്മള് കോപ്പി എടുക്കും. കോപ്പി, then create image. എനിക്കൊരു കളർഫുൾ വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 3 കളർ 3 കളർ ഉപയോഗിക്കാം. 3 കളർ വർക്ക്ഷീറ്റ്. ഇത് എന്താണ് സംഭവം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പുതിയ കാര്യമൊന്നും ഞാൻ പറഞ്ഞു, വെറുതെ ഒരു 3 കളർ വേണമെന്ന് ഞാൻ പറഞ്ഞു. 3 കളർ അതിനകത്ത് അപ്ലൈ ചെയ്യാം. അതിന് വലിയ സംഭവമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ക്ലാസ് ശ്രദ്ധിച്ചവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. എന്താ സംഭവം? വിരൽ വല്ലതും തട്ടിയത് തന്നെ? എന്റെ കൈ വല്ലതും തട്ടിയതാണോ? കുരി ജെമിനിയിൽ പോകേണ്ടി വരും എനിക്ക് തോന്നണല്ലേ. എന്തോ ഇഷ്യൂ പറ്റിയല്ലോ പെട്ടെന്ന്. കഴിഞ്ഞ ദിവസം മുതൽ ChatGPT പിണക്കത്തിലാണ്. മേ ബി അവര് എന്ത് ചെയ്യണമായിരിക്കും, അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ വിഷയം വരുന്നതായിരിക്കാം. അപ്പൊ ഞാൻ അതിനെ കളയാണേ. നമുക്കപ്പോ ഒന്ന് തുടങ്ങാം. ഞാൻ ChatGPTയില് മാത്സിന്റെ മലയാളം മീഡിയം വർക്ക്ഷീറ്റ് ചോദിച്ചു. അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല. അപ്പൊ ഞാൻ ജെമിനി ഓപ്പൺ ആക്കി. വളരെ
എളുപ്പം അറിയാം, എല്ലാവർക്കും അറിയാം ജെമിനി എങ്ങനെ ഓപ്പൺ ആക്കണം. ജെമിനിയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തേ അതിനകത്ത് ക്രിയേറ്റ് ഇമേജ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ഇമേജ് ഓഫ് ദിസ് വർക്ക്ഷീറ്റ് കളർ 2 കളർ 3 കളർ 3 കളർ വർക്ക്ഷീറ്റ്. എന്നിട്ട് ഈ കണ്ടന്റ് അങ്ങ് വർക്ക്ഷീറ്റ് ഇരട്ടിച്ചല്ല ഇതിനങ്ങ് പേസ്റ്റ് ചെയ്യണേ. ഇത് എവിടെ നിന്നാണ് ഈ വർക്ക്ഷീറ്റിന് കണ്ടന്റ് കിട്ടിയത്? ചാറ്റ് GPT നേരത്തെ ഞാൻ കോപ്പി ചെയ്ത് വെച്ചില്ലേ, അതാ 2 ടാസ്ക് വേർ 2 വർക്കുകൾ വരുന്ന ഒരു വർക്ക്ഷീറ്റ് ഇപ്പൊ തയ്യാറാക്കി തരും. ഇതിപ്പോ ലാൻഡ്സ്കേപ്പ് ആയിപ്പോ അല്ലേ, ഒരു ഭംഗിയില്ല. പോർട്രേറ്റ് ആക്കിയാലോ? ഐ നീഡ് പോർട്രേറ്റ് വേർഷൻ. കുറച്ചും കൂടെ സ്പീഡായി ജെമിനി. അങ്ങനെ വേണം കേട്ടോ. നമ്മൾ എപ്പോഴും ഒരു AI ടൂളിനെ മാത്രം ആശ്രയിക്കരുത്. ഒരു 2-3 വർഷം AI ടൂൾ ഉപയോഗിക്കും. അതാകുമ്പോൾ ഒരെണ്ണം പണി മുടക്കിയാലും നമ്മൾ ബ്രേക്ക് ആവില്ല, വർക്ക് തടസ്സം വരത്തില്ല. എല്ലാത്തിലും മാറി മാറി വാവ് ഇത് കൊള്ളാം. അപ്പൊ നമുക്ക് ഈ വർക്ക് ഷീറ്റൊക്കെ എടുത്തോണ്ട് പോയി വർക്ക് ഷീറ്റൊക്കെ നമുക്ക് എടുത്തോണ്ട് എന്ത് ചെയ്യാം ടീച്ചേഴ്സ്? ക്യാൻവയിൽ കൊണ്ടുപോയി എഡിറ്റ് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെ സേവ് ചെയ്യാം? അതിൽ ക്ലിക്ക് ചെയ്യുക, കോപ്പി അല്ലെങ്കിൽ സേവ് കൊടുക്കാം. കോപ്പി കൊടുത്താലും നമുക്ക് ക്യാൻവയിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റും, സേവ് കൊടുത്താലും പേസ്റ്റ് ചെയ്യാം. ഏത് കൊടുക്കാം? കോപ്പി. ഓക്കെ. ഇനി ക്യാൻവ ഓപ്പൺ ആക്കണമല്ലോ. ക്യാൻവ എവിടെയുണ്ട്? ക്യാൻവയുടെ ലോഗോ കണ്ടെത്തുക ആയിരിക്കും. ക്യാൻവ ക്ലാസ്സിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, എന്നാലും ഒന്ന് ചെറുതായിട്ട് പറയാം. ക്യാൻവ എന്ന് പറയുന്നത് നമുക്ക് ഗ്രാഫിക്സ് വർക്കുകൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സംഭവമാണ് ക്യാൻവ. ഓക്കെ അല്ലേ? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് AI സഹായത്താൽ ചെയ്യുന്ന സാധനത്തിനെ ക്യാൻവയിൽ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ മുകളിൽ ഹോം ബട്ടൺ ഉണ്ട്, കണ്ടല്ലോ, ഒരു വീടിന്റെ ചിത്രമുള്ള, അതിൽ ക്ലിക്ക് ചെയ്യണേ. ഞാൻ അവസാനം ചെയ്തു വെച്ച വർക്കാണ് ഏറ്റവും അവസാനമായിട്ട് കാണിക്കുന്നത്. അപ്പൊ ഈ വന്ന ഇതിനകത്ത് സെർച്ച് ഏരിയയിൽ ക്ലിക്ക് ചെയ്യുന്നു, A4 എന്ന് അടിച്ചു കൊടുക്കുകയാണ്. A4 എന്ന് പറയുന്നത് നമ്മുടെ A4 പേപ്പറിന്റെ സൈസ്. ഇപ്പൊ യുവർ ഡിസൈനിലാണ് കാണിക്കുന്നത്. ഹോം എടുത്തിട്ട് വേണം കൊടുക്കുക. യുവർ ഡിസൈൻസ് എന്ന് പറഞ്ഞ് താഴെ കാണിക്കും. യുവർ ഡിസൈൻ എന്ന് വെച്ചാൽ എൻ്റെ ഡിസൈൻ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഡിസൈനുകളാണ് യുവർ ഡിസൈൻ എന്ന് പറയുന്നത്. പുതുതായിട്ട് നമ്മൾ എപ്പോൾ ചെയ്യുമ്പോഴും ഹോം എടുത്തിട്ട് ചെയ്യണം. ഹോം എടുത്തപ്പോൾ കുറെ സാധനങ്ങൾ കാണിക്കുന്നുണ്ട് അല്ലേ? കണ്ടിന്യൂ ഡിസൈനിങ്, ഞാൻ അവസാനം വർക്ക് ചെയ്യുന്ന വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ട. ഏറ്റവും മുകളിലെ സെർച്ച് ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് A4 എന്താണ് A4 എന്ന് കൊടുത്തിട്ട് പോർട്രേറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ നമുക്ക് കുറെ ഡിസൈൻ ടെംപ്ലേറ്റ്സ് ഒക്കെ കാണിക്കും. നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം. ഇപ്പൊ അറ്റ് പ്രസന്റിൽ നമുക്ക് ആവശ്യമില്ലല്ലോ, കാരണം നമ്മുടെ കയ്യിൽ ടെംപ്ലേറ്റുകളൊന്നും വേണ്ട, കാരണം ഫുൾ റെഡിമെയ്ഡ് ആയിട്ടാണ് നമ്മൾ വന്നത്. ഫുൾ ഡിസൈൻ ആയിട്ടാണ് നമ്മൾ വന്നത്. കുറെ നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണിക്കും. നമ്മൾ അവിടെ വെച്ച് ജെമിനിയിൽ വെച്ച് കോപ്പി ചെയ്തിട്ടുണ്ടല്ലേ, വെറുതെ എവിടെയെങ്കിലും കുറച്ച് നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന അപ്പൊ പേസ്റ്റ് ബട്ടൺ വരും, പേസ്റ്റ് കൊടുക്കുക. കുഴപ്പമുണ്ടോ? എളുപ്പമല്ലേ? ഇത് ഞാൻ അവിടെ നിന്ന് കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു വെച്ചിരുന്നതാണ്. ക്യാൻവ അല്ലല്ല, സോറി, ജെമിനിയിൽ നമ്മൾ തയ്യാറാക്കി.
ലാൻഡ്സ്കേപ്പ് ആയിട്ട് കിട്ടിയതിനെ പോർട്രേറ്റ് ആക്കി തരാൻ പറഞ്ഞു. അങ്ങനെ പോർട്രേറ്റ് ആയി കിട്ടിയ വർക്ക്ഷീറ്റിനെ കോപ്പി എടുത്ത് വെച്ചിരുന്നു, അത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നല്ലേ, നമ്മൾ AI ഉപയോഗിച്ച് ചെയ്യുമ്പോൾ മലയാളം വർക്കുകളിലൊക്കെ ഒത്തിരി അക്ഷര തെറ്റുകളൊക്കെ വരുന്നു. അതിനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഓപ്ഷൻ താഴെ കാണിക്കാം. ടെംപ്ലേറ്റ്, എലമെന്റ്സ്, ടെക്സ്റ്റ്, തേർഡ് ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യാം. ആഡ് എ ഹെഡിങ് ഉണ്ട്, ആഡ് എ സബ് ഹെഡിങ് ഉണ്ട്, ആഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ബോഡി ടെക്സ്റ്റ് ഉണ്ട്. അതിൽ ഓൾഡ് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ വലിയ ഇത് കൊടുക്കാം. ഏതാണെങ്കിൽ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്ത്. ഞാൻ ആഡ് എ ഹെഡിങ് ആണ് കൊടുത്തേ. ഒരു ഹെഡിങ് കൊടുക്കാനാണ് ഇങ്ങനെ ഒരു സംഭവം. ഇപ്പൊ വാർക്ക ഷീറ്റ് ഉണ്ടല്ലോ, അതിനെ മാറ്റിയിട്ട് നമുക്ക് മലയാളത്തിൽ വർക്ക്ഷീറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. വർക്ക്ഷീറ്റ് ഉണ്ടല്ലോ, കണ്ടല്ലോ. ഇങ്ങനെ വാർക്ക ഷീറ്റിനെ നമ്മൾ വർക്ക്ഷീറ്റ് ആക്കാൻ പോവുകയാണ്. ഇവിടെ കൊണ്ട് വയ്ക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്താ പ്രശ്നം കാണിക്കുന്നത്? ബാക്ക്ഗ്രൗണ്ടിലുള്ള കറുത്ത അക്ഷരം ഒരു ഓവർലാപ്പ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യും ടീച്ചേഴ്സ്? ആദ്യം നമുക്ക് നമ്മളെ ടെക്സ്റ്റ് വേണം അല്ലേ? നമ്മളെ ടെക്സ്റ്റിന് എന്ത് ചെയ്യണം? സെലക്ട് ചെയ്ത് വയ്ക്കണം. ഇത് എൻ്റെ മൂവ് ചെയ്യുന്ന ടൂളാണ്, മൂവ് ടൂൾ. ക്ലിക്ക് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം. ആ പ്ലസ് പോലെ കാണുന്ന സാധനം ആങ്കർ അല്ലേ? ആങ്കർ സിമ്പിൾ അല്ലേ? ആണെന്ന് തോന്നുന്നു. എനിവേ, നമുക്ക് അതിൽ മാറ്റർ അല്ല. നമ്മൾ ഇതിനിങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും അല്ലേ? ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ എഫക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഇങ്ങനെ എടുത്ത് അത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, അതിനെങ്ങനെ വരലുകൊണ്ട് പതുക്കെ പതുക്കെ ഞെക്കി ഞെക്കി എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഇത് സെലക്ട് ആയിരുന്നാലേ എഫക്റ്റ് കാണുകയുള്ളൂ. ഏത് സെലക്ട് ആയിരുന്നാൽ? ടെക്സ്റ്റ്. വെളിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും കാണത്തില്ല. നമുക്ക് ഇവിടെ ഒന്നും എഫക്ട്സ് ഇല്ല. എഫക്ട്സ് ആവണമെങ്കിൽ ടെക്സ്റ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്യണം. എന്നിട്ട് എഫക്ട്സ് കൊടുത്ത് ഇവിടെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ മഞ്ഞ കളർ ക്ലിക്ക് ചെയ്ത് സ്പീഡ് കൂടുന്നുണ്ടോ കൂടെ പറയാം. വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ആ വേർഡ് ക്ലിക്ക് ചെയ്യുക, എഫക്ട്സ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കുറേ ഓപ്ഷൻ കാണിക്കും. നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും വരത്തില്ല. അതിനകത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. വർക്ക്ഷീറ്റിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ മഞ്ഞ കളർ ആയിരിക്കും കാണിക്കുക. താഴെ മഞ്ഞ കണ്ടല്ലോ, മഞ്ഞയിൽ ക്ലിക്ക് ചെയ്യുക, മഞ്ഞയിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ കളറുകൾ ഏതും പിടിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് പിക്ക് എ കളർ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. നമുക്ക് താഴോട്ട് വരുമ്പോൾ ബ്ലാക്ക്, വൈറ്റ്, പിന്നെ ഒരു മഞ്ഞ സെലക്റ്റഡ് ആണ്. അതിൻ്റെ അടുത്തായിട്ട് പിക്ക് എ കളർ എന്ന ഓപ്ഷനാണ്, അത് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ മഷിക്കുപ്പിയിലൊക്കെ നമ്മൾ പണ്ട് ഉപയോഗിക്കുക, മഷിക്കുപ്പി മഷിപ്പേന ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐ ഡ്രോപ്പർ. ഐ ഡ്രോപ്പർ എടുക്കുക. ഇങ്ക് ഡ്രോപ്പർ എന്ന ഐ ഡ്രോപ്പർ, എന്തൊക്കെയോ പേരുകളുണ്ടല്ലോ. വർക്ക്ഷീറ്റ് കണ്ടല്ലോ. വർക്ക്ഷീറ്റ് നമ്മൾ ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുപോയി 3-ാം ക്ലാസ് ഞാൻ കൊണ്ടുവയ്ക്കാം. എപ്പടി? ഇനി വേണമെങ്കിൽ അതിൻ്റെ ആ സൈസുകളൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് സ്പ്രെഡ്നെസ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കിട്ടും. നമുക്ക് അവനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെയൊക്കെ വെക്കാം, കിട്ടത്തക്ക രീതിയിൽ വെച്ച്. ഓക്കെ അല്ലേ? ഈ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന തെറ്റുകൾ തിരുത്തുന്നത്. സ്ഥാനമൂല്യം, ഇവിടെ ഒരു സ്ഥാനമൂല്യത്തിന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ടല്ലേ? ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഈ തിരഞ്ഞെടുക്കുക അതും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കാണിക്കും. നമുക്ക് വേണമെങ്കിൽ മുഴുവനും മാറ്റാം. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക, അതായിരിക്കും കുറച്ചും കൂടെ ഭംഗി.
ടെക്സ്റ്റ് എടുക്കുക, ഏറ്റവും ചെറിയ ഒരു എടുക്കുക, ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓക്കെ അല്ലേ? കണ്ടോ? ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കും. ഇത് നമുക്ക് കുറച്ചും കൂടെ ചെറുതാക്കണം. ചെറുതാക്കാം. ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞൊരു സാധനം കാണുന്നുണ്ടല്ലോ താഴെയായിട്ട്. ഫോണ്ട് സൈസിൽ ക്ലിക്ക് ചെയ്തിട്ട് 22 മാറ്റി ചെറുതാക്കി 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 കൊണ്ടുവരിക. എന്നിട്ട് അതിനെ മൂവ് ചെയ്യണ ടൂൾ എടുത്ത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കുക. ഇനി ഇതിൽ നമ്മൾ ആ ഓറഞ്ച് കളർ കൊടുത്താൽ കൊടുക്കാം. എന്തായിരുന്നു ടൂളിന്റെ പേര്? ഓർക്കുന്നുണ്ടോ? എഫക്ട്സ്. എഫക്ട്സ് എടുത്ത് ബാക്ക്ഗ്രൗണ്ട് എടുത്ത് യെല്ലോ കളർ മാറ്റി ഐ ഡ്രോപ്പർ പിടിച്ച് ആ ഓറഞ്ച് എവിടെയെങ്കിലുമൊക്കെ കാണും, അവിടെ തന്നെ എടുക്കണമെന്നല്ലേ, ഇവിടെ നിന്നെങ്കിലും ഒരു ഓറഞ്ച് പിക്ക് ചെയ്ത് ടിക്ക് കൊടുക്കുക. ഓക്കെ, ഒരു ബോൾഡും കൂടെ കൊടുത്താലോ? വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും. ബി ഫോർമാറ്റ് എടുത്തിട്ട് ബോൾഡ്, കളർ ഒന്ന് വൈറ്റും കൂടെ ആക്കി കൊടുക്കുക. ആ വാവ്, വാ ഉസ്താദ് വാ. ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ ദിവസം ഡേ 2ന്റെ ഭാഗമായിട്ട് ഇത്രയാണ് ചെയ്യാൻ പഠിച്ചത്. നിങ്ങൾ ഒത്തിരി വർക്കുകൾ ഇതുപോലെയൊക്കെ ചെയ്തു നോക്കുക, സംശയങ്ങൾ ചോദിക്കുക. ഓക്കെ, എല്ലാവർക്കും നന്ദി.